എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുള്ള മിഹിർ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു. അത് പിന്നീടാണ് മനസ്സിലാകുന്നത് റാഗിങ്ങിനെ തുടർന്നുള്ള ഒരു പീഡനമായിരുന്നു എന്ന്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ സ്കൂളിൻ്റെ ബസ്സിനുള്ളിൽ വെച്ച് ഒരു +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കത്തി വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. അപ്പം നമ്മുടെ കലാലയങ്ങളിൽ പണ്ട് കോളേജ് ക്യാമ്പസുകളിലൊക്കെ നടന്നിരുന്ന ഇത്തരം സംഘർഷങ്ങൾ ഇപ്പോൾ സ്കൂൾ കലാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് വ്യാപിക്കുന്നു, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള സമൂഹം സാമൂഹികമായിട്ട് നേരിടുന്ന ഒരു ഗുരുതര അർബുദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അത് പല രീതിയിൽ പ്രകടമാവുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് സിനുജി പറഞ്ഞ ആ വിദ്യാർത്ഥിയെ കുത്തിയ സംഭവം അതൊക്കെ സ്കൂൾ ലെവലിലാണ്. അതെ. അതേപോലെ തന്നെ മിഹിർ 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം സ്കൂളിൽ റാഗിങ് നേരിടുന്നു. അതുപോലെ 2 ദിവസത്തേക്ക് മുമ്പ് ഒരു വാർത്ത വന്നതാണ് 9ാം ക്ലാസ്സുകാരി 14 വയസ്സുകാരിൽ നിന്ന് ഗർഭിണിയായി. അതേപോലെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കകത്ത് തന്നെയുള്ള വാർത്തകൾ നോക്കിയാൽ നമുക്ക് ഒട്ടേറെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിലെ ഓരോ സംഭവങ്ങളും നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണുകയും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവരെ ശിക്ഷിക്കാൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതോടുകൂടി ഒരു പരിഹാരം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളങ്ങ് പിൻവാങ്ങുക ചെയ്യുന്നത്. ഇവിടെ ആ കുത്തിയ, ഇപ്പോൾ 9ാം ക്ലാസ്സുകാരിയെ പരസ്യമായിട്ട് കുത്തിയ കുട്ടിയും കുത്തേറ്റ കുട്ടിയും ഇവിടെ മരിച്ച മിഹിറും ആ മിഹിറിനെ റാഗ് ചെയ്തവരും ഇവരെല്ലാവരും വിക്ടിംസാണ്. ഇപ്പോൾ ഒരു 10 അംഗ അന്വേഷണ സംഘത്തെ മിഹിറിൻ്റെ മരണം അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് വേണ്ടതാണ്. ഇപ്പം നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണത കണ്ടെത്തിയും നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകണം. അതതിൻ്റെ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഇപ്പം ഒരു മാധ്യമം അതിനടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ഇവരൊക്കെ ചിന്തിക്കേണ്ട, അവിടെയാണ് പൊളിറ്റിക്സ് വരുന്നത്. ഇതെന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടാകുന്നു? ഇപ്പോൾ ഇവിടെ പിന്നെ ക്യൂബയിൽ പ്രശ്നം ഉണ്ടായാലും മറ്റ് പലയിടത്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രസ്താവന ഇറക്കുകയും സംഭാവന കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള രാജ്യമാണ് അല്ലേ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെന്ന് പറയുന്ന വ്യക്തികളാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും സാമൂഹികമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ കൂട്ടായിട്ടൊരു ചിന്തയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിനെ ഏകോപിപ്പിക്കേണ്ട ഒരു ചുമതല മാധ്യമങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ നാളുകളെ പോലെയല്ല. ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയെ പോലും പിന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പൊതു അന്തരീക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു മാധ്യമ പ്രവർത്തന അന്തരീക്ഷത്തിൻ്റെ പിൻപറ്റിയാണ്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയായിട്ട് മത്സരിച്ചല്ല, സോഷ്യൽ മീഡിയ രീതികൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സമൂഹം നേരിടുന്നൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം മാധ്യമങ്ങളുടെ സാന്നിധ്യമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സുനിജി പറഞ്ഞ പോലെ എന്തുകൊണ്ട് നേരത്തെ കോളേജിലായിരുന്ന ഇത്തരം സംഭവങ്ങൾ സ്കൂളുകളിൽ ആരംഭിക്കുന്നു? പണ്ടൊക്കെ ശരിയാണ്, പണ്ട് ആർട്സ് കോളേജുകളിൽ പോലും ഇത്തരം റാഗിങ്ങൾ വളരെ അപൂർവമായിരുന്നു. പ്രൊഫഷണൽ കോളേജസിലായിരുന്നു ഇത് പറഞ്ഞു കേട്ടിരുന്നത്, എൻജിനീയറിംഗ് മെഡിക്കൽ കോളേജസിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നതല്ല, എല്ലാ തലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഇത് കടന്നു വരുന്നു. അതേപോലെ മുൻപൊക്കെ കോളേജിൽ പോകുന്ന സമയത്തായിരുന്നു ആൾക്കാർ ലഹരി മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മുതൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പൊതു സാമൂഹിക അർബുദത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കൊരു ട്രീറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ ഒരു കീമോ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഒരേ സമയത്ത് ചികിത്സിക്കുകയും അതേ സമയത്ത് ഇത് രോഗത്തിൻ്റെ കാരണം കണ്ടെത്തുകയും ആ കാരണത്തിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം അന്വേഷണം നടത്തി ഈ മിഹിറിൻ്റെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തിയെന്നിരിക്കാം. അവർ ചിലപ്പോൾ ഒരു പക്ഷേ ശരിക്കും കുറ്റം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷെ അവരും വിക്ടിംസാണ്. എന്തുകൊണ്ട് 15 വയസ്സുള്ള വിദ്യാർത്ഥികൾ ഇത്രയും അസ്വസ്ഥരാകുന്നു? ഇപ്പോൾ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾ സഹപാഠിയോടുത്ത് ഇത്രയധികം ക്രൂരമായിട്ട് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ജീവിതം മതിയായി എന്ന് തോന്നുന്ന രീതിയിൽ എന്തുകൊണ്ട് സഹപാഠികൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു? എന്തുകൊണ്ട് ആ കുട്ടിക്ക് മറ്റാരോടും ഇത് തുറന്നു പറയാനോ
അതല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടാനോ, ഇപ്പോൾ ആ കുട്ടിക്ക് അത് കിട്ടിയില്ല എന്നത് നമുക്കറിയില്ല, പറയുന്നത് ശരിയല്ല. ആ കുട്ടിയുടെ അമ്മയും ഒക്കെ എത്രമാത്രം വിഷമിക്കുന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ പൊതുവിൽ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റിയിൽ നിന്നെങ്ങും ഒരു 15 വയസ്സായ കുട്ടിയെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. പക്ഷേ ഈ 15-കാരനെ ടോയ്ലറ്റിൽ മുക്കിയെന്നോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ട് റാഗിയെന്നൊക്കെ പറയുന്നത്, ഇവൻ്റെ അമ്മാവൻ ഇത് സംബന്ധിച്ച് പരാതി കൃത്യമായിട്ട് സ്കൂളിൽ നൽകി. അപ്പോൾ സ്കൂൾ അധികൃതർ കൃത്യവിലോപം കാണിച്ചു. കാരണം അവർ കൃത്യമായിട്ട് അന്വേഷിക്കുന്നൊന്നുമില്ല, അതിനെക്കുറിച്ച് തെളിവ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അമ്മാവൻ തന്നെ പറഞ്ഞ ഒരു പരാതി, നൽകിയ ഒരു പരാതി സ്കൂൾ അധികൃതർ കൃത്യമായി അന്വേഷിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പൈസ കൊടുത്ത് വലിയ പേരുള്ള സ്കൂളുകളിലേക്ക് വിടുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ? അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഒരു സ്കൂൾ, അത് CBSE സിലബസിലോ മറ്റോ ഉള്ളതാണ്. ആ സ്കൂളിൻ്റെ സ്വന്തം ബസ്സിൽ വെച്ചാണ് ഒരു 17-കാരൻ 14 വയസ്സുകാരനെ കത്തിയെടുത്ത് കുത്തുന്നത്. അപ്പോൾ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തൊന്നും വലിയ വീഴ്ചകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെയൊക്കെയാണ് ഈ സ്റ്റേറ്റിൻ്റെ ഒരു നേതൃത്വം വരേണ്ടത്. സ്റ്റേറ്റിൻ്റെ, സമൂഹത്തിൻ്റെയും ഈ മാധ്യമങ്ങളുടെയൊക്കെ. ഈ സ്കൂളുകാർ എന്തുദ്ദേശം നടത്തുന്നത്? ഇവിടുത്തെ സാമൂഹ്യം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് സമൂഹത്തിനെ നയിക്കാനാണ് നടത്തുന്നത്? അല്ല. അവരുടെ വ്യക്തമായ ഉദ്ദേശം നല്ല രീതിയിൽ ഈ ഒരു പുതിയ സിലബസുകൾ അല്ലെങ്കിൽ പഠന രീതികൾ കൊടുത്ത് പ്രോഡക്ട്സിനെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുക. ബിസിനസ്സാണ്. തീർച്ചയായിട്ടും ഇത്തരം സ്കൂളുകൾ വാങ്ങുന്ന ഫീസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണക്കാരനോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിനോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ലക്ഷങ്ങളാണ് ചിലപ്പോൾ വേണ്ടി വരുന്നത്. എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇത്തരം ഒരു സ്കൂളിൽ പഠിക്കുന്ന, എറണാകുളത്തുള്ള ഇത്തരം ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, 10ാം ക്ലാസ്സുകാരി. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ വൈഫാണ് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. ഒരു ദിവസം രാത്രിയിൽ ഒരു 12 മണി സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വൈഫിനൊരു ഫോൺ കോൾ വരുന്നു. ഒബ്രോൺ മാളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തിൻ്റെ സ്കൂളിലെ ഒരു കുട്ടി ഇവിടെ ഞങ്ങളുടെ മാളിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അവസാനം എൻ്റെ സുഹൃത്തും വൈഫും കൂടെ ഒബ്രോൺ മാളിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർ മാൾ അടയ്ക്കാനായിട്ട് അടച്ചടച്ച് വന്ന സമയത്ത് അവർ ലാസ്റ്റിൽ അവരുടെ വാഷ്റൂമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി. വാഷ്റൂമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അതിനകത്ത് നിൽക്കുന്നു. ഈ കൊച്ചിയിൽ നടന്ന സമയം എനിക്ക് നേരിട്ടറിയാവുന്നൊരു വിഷയമുണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കുട്ടി അപ്പോൾ അവരുടനെ മാളുകാരെ വിളിച്ചു, അവരുടനെ തന്നെ മാനേജ്മെൻറ്റ് വിളിച്ചപ്പോൾ ഈ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്, ഞാൻ വീട്ടിലേക്ക് പോവില്ല, ഞാൻ ഒരു കാരണവശാലും വീട്ടിലേക്ക് പോകില്ല. വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് ചില സ്വാഭാവികമായിട്ട് കുട്ടികൾ ഉയർത്തുന്ന ഭീഷണികളുണ്ട്. അതെ അതെ. അങ്ങനെ പിന്നെ ഈ കുട്ടി എവിടെയെങ്കിലും പറഞ്ഞയക്കണ്ടേ, ഞാൻ മാഡത്തിൻ്റെ കൂടെ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രിൻസിപ്പലിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഹൗസ് വൈഫാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൗസ് വൈഫാണ്. അമ്മയുടെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. ഇവർ ഡിവോഴ്സ്ഡാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ വരുന്ന നല്ലൊരു ശതമാനം കുട്ടികളും മിക്കവാറും സിംഗിൾ പേരൻസിൻ്റെ കുട്ടികളാണ് വരുന്നത്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഈ കുട്ടിയുടെ പിന്നെ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ആ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറല്ല. അമ്മയ്ക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, കാരണം അമ്മയുടെ ഒരു മകളാണ്, അമ്മയുടെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമ്പോഴത്തേക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് മകൾക്ക് ആവശ്യമായ പണവും കൊടുക്കും. പക്ഷേ ആ കുട്ടിക്ക് 15 വയസ്സായാലും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അതിന് വേണ്ടത് സ്നേഹവും വളരെയധികം കെയറിങ്ങും അതോടൊപ്പം വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ടീനേജ് എന്ന് പറയുന്നത്. അതെ. നമ്മൾ ഈ എത്ര തന്നെ ഇപ്പോൾ ചില ആക്ടിവിസ്റ്റുകളൊക്കെ വന്നിട്ട് ടെലിവിഷനിൽ ഇരുന്നിട്ട് പറയാറുണ്ട്, അവർ ആസ്വദിക്കട്ടെ, അവർ പോകട്ടെ, അവരെ ഇതിന് തടയണം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീഡത്തെക്കുറിച്ച്, ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, ഫ്രീഡം എന്ന് പറഞ്ഞാൽ തോന്നിയണൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനമല്ലല്ലോ. അപ്പോൾ ഈ ഏജിലുള്ള റെസ്ട്രിക്ഷനും അല്ല വേണ്ടത്. റെസ്ട്രിക്ഷൻ കൊണ്ട് ഒരു കാരണവശാലും ടീനേജേഴ്സിനെ നമുക്ക് നേരെ നയിക്കാൻ പറ്റത്തില്ല. ഇപ്പം മറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പം ഏതെങ്കിലും ആർട്ട് രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ അവരോട് സംസാരിച്ച് നോക്കണം. അവരുടെ ഫേസിൽ നോക്കിയാൽ അറിയാം അവരുടെ സംഘർഷത്തിൻ്റെ കുറവ് എത്രയുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം, അവരുടെ എനർജിയെ ക്രിയേറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. കുട്ടികൾക്ക് മാതാപിതാക്കളും വലിയ പ്രഷർ കൊടുക്കുന്നുണ്ട്, അതുകൂടെ ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇത്തരം സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്നുള്ള പ്രഷർ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള ഇപ്പോൾ ചില ഡൈവേഴ്സ് അല്ലാത്ത കേസുകളിൽ വീട്ടിൽ വന്ന സംഘർഷം,
ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം മദ്യത്തിൻ്റെ മണമില്ലാത്ത കേരളത്തിലെ വീടുകൾ വളരെ വിരളമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ മാധ്യമങ്ങളിലൂടെ കാണുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ, അതിവിടെ എല്ലാ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും പുരോഗമനവാദികളും സംസ്ഥാന സർക്കാരും ഒക്കെ എന്തോ മഹത്തരമായ ഒരു സൃഷ്ടിയായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് സാർ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ സിനിമ കണ്ടിട്ട് 10 പേര് ഡൈവോഴ്സ് ചെയ്ത് ഞാൻ സംതൃപ്തനായി എന്നുള്ള സാർ. അപ്പോൾ ഇത് അത്തരം കാഴ്ചപ്പാടാണ് ആ ഒരു ഡയറക്ടർ. ആ സിനിമ കണ്ടു നോക്കണം നിങ്ങൾ. പ്രത്യക്ഷത്തിൽ ഒരു പകയോടും വിദ്വേഷത്തോടും ഒക്കെ കാര്യങ്ങളെ സമീപിക്കുന്ന വ്യക്തികൾക്ക് വളരെ ആസ്വാദ്യമായിട്ട് പ്രത്യക്ഷത്തിൽ സ്ത്രീകളുടെ പക്ഷത്ത് ഇങ്ങനെ സിനിമയാണെന്ന് തോന്നും. പക്ഷേ സ്ത്രീകളെ ഇത്രയധികം മോശമായിട്ട്, കഴിവില്ലാത്ത സ്ത്രീകളായിട്ട്, സർഗാത്മകതയില്ലാത്ത സ്ത്രീകളായിട്ട്, ചിന്താശേഷിയില്ലാത്ത സ്ത്രീകളായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമ വളരെ അപൂർവമായിരിക്കും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമ. കാര്യം അത് പലർക്കും പറയാൻ തന്നെ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ തന്നെ കയറി ആക്രമിച്ച് കളയുന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളെയും അതിനെ അംഗീകരിക്കുന്ന സംസ്ഥാന സർക്കാരും അതിനെ പുരോഗമനമായിട്ട് കാണുകയും ഇത്തരം വാദഗതികളോട്, ഉദാഹരണത്തിന് ഡിവോഴ്സാണ് പിന്നെ മാരേജ് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഏറ്റവും ഉദാത്തമായ കാര്യം. ഇപ്പം ഡിവോഴ്സ് ചെയ്യേണ്ട കേസ്, ഒന്നിച്ചു പോകാൻ പറ്റാത്ത കേസുകളിൽ പിരിയുക തന്നെയാണ് വേണ്ടത്. പക്ഷേ വിഷയം ലിവിങ് ടുഗദർ, എങ്ങനെ നമ്മൾ ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അത്ര ഒരു ശ്രദ്ധ കേരളത്തിൽ നടക്കുന്നില്ല. അപ്പം വീടുകളിൽ സംഘർഷം, അതേപോലെ സിംഗിൾ പേരൻസ്, മാധ്യമങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് പ്രവേശിക്കുന്ന ചില കൾച്ചറൽ ആസ്പെക്ട്സ്, അവ്യക്തത, കൺഫ്യൂഷൻ, അതോടൊപ്പം ഫുഡ്. നമുക്കെല്ലാവരും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഫുഡ് പട്ടിണി ഇന്ന് കേരളത്തിൽ വലിയ വിഷയമാണ്. വളരെ അപൂർവം ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പട്ടിണി മരണങ്ങളൊക്കെ വളരെ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എടുത്തു പറയാവുന്ന കേസുകളുള്ളൂ. പക്ഷേ ഫുഡും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡാണ് സന്തോഷത്തിൻ്റെ ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ പലപ്പോഴും ഫുഡിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഗതി ഫുഡിലൂടെ ശാരീരികമായ ക്യാൻസറും ഉണ്ടാവുന്നുണ്ട്. ശാരീരികമായി ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് തലത്തിലും, ആന്തരികമായിട്ടും ശാരീരികമായിട്ടും, മാനസികമായിട്ടും ശാരീരികമായിട്ടും കേരളത്തെ ബാധിച്ചിരിക്കുന്ന അർബുദത്തിൻ്റെ ഒരു ഉദാഹരണങ്ങളും പ്രകടനങ്ങളും ലക്ഷണങ്ങളും മാത്രമാണ്. അതിന് ആ രീതിയിൽ ഇപ്പോൾ നിയമത്തിൻ്റെ നടപടികളും അല്ലാതെയുള്ള ഓരോ വിഷയങ്ങളുണ്ടാകും അതിനോടുള്ള സമീപനങ്ങൾ എല്ലാ രീതിയിൽ എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് മാധ്യമങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്നുള്ളതാണ്. അതിപ്പം നമ്മളത് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പല മാധ്യമങ്ങളിലൂടെ വന്ന് പുരോഗമനത്തിൻ്റെ സംഗതികളായിട്ടും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളത് മാതൃകാപരമെന്നൊക്കെ പറയുന്ന പല വ്യക്തികളും സത്യത്തിൽ ഒരു ക്രിമിനൽ കേസിൽ, ഞാനിന്ന് അതിശയിച്ചു പോയി, ഒരു ക്രിമിനൽ കേസിൽ ബോധപൂർവം ആസൂത്രണം ചെയ്തൊരു ക്രൈം നടപ്പിലാക്കിയ ഒരു ആക്ടിവിസ്റ്റിനെ ഒരു ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ എഴുതി കാണിക്കുന്ന സാമൂഹിക പ്രവർത്തക എന്നാണ്. അപ്പോൾ ഒരു വളരെ ആസൂത്രിതമായ രീതിയിൽ ക്രൈം കമ്മിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ മാധ്യമത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുക. അപ്പം ഒരു മാധ്യമപ്രവർത്തകനോ ഒരു എഡിറ്ററോ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതല്ലേ, ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ടൊരു ക്രൈം നടത്തിയൊരു വ്യക്തി, ആ കേസ് ഇപ്പോഴും ഡിസ്പോസ് ചെയ്തിട്ടില്ല. ആ വ്യക്തിയെ സാമൂഹ്യ പ്രവർത്തകരെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ക്രൈം ചെയ്യുന്ന, ബോധപൂർവം ക്രൈം ചെയ്യുന്നൊരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുക, സാമൂഹ്യ പ്രവർത്തകമായിട്ടുള്ള അംഗീകാരം കൊടുക്കുകയല്ലേ എന്ന് ആലോചിക്കണം. എന്നിട്ട് അവർ വന്നിരുന്ന് പറയുന്നതൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് വളരെ ഉദാത്തമായ വാക്കുകളായിട്ട് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോസസ്സിലൂടെയാണ് സൊസൈറ്റി കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വിക്ടിംസാണ് നമ്മുടെ ഈ കുട്ടികളെന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ടോർച്ചേർഡായിട്ടുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ ഈ പറയുന്ന ഈ റാഗിങ് അതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കുട്ടികളുടെ വീട്ടിൽ നിന്ന് കൂടി കാര്യങ്ങൾ കുറച്ച് തീർച്ചയായിട്ടും സ്കൂളുകളിലും അധികൃതരും ശ്രദ്ധിക്കുക അല്ലേ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു 15 വയസ്സുകാരൻ്റെ മരണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ ആലോചിച്ച് നോക്കൂ. സമൂഹം കുഞ്ഞിന് ജീവിതം മതിയായി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്ര സ്ട്രെസ് അനുഭവിച്ചു. എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണ് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഇത് മാത്രമല്ല, കൊച്ചുകുട്ടികളും ഇപ്പം ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോഴും സ്കൂളുകൾ പരസ്യം ചെയ്യുന്നതിന് പോലും മടിയില്ല. ഇപ്പോഴും ഈ പത്രത്തിൻ്റെ കൂടെയൊക്കെ വരുന്ന പരസ്യങ്ങൾക്കകത്ത് പിന്നെ പ്രീ സ്കൂളിൽ ഞങ്ങൾ ആൽഫബറ്റ് പഠിപ്പിക്കും, പിന്നെ കളർ ഐഡൻറ്റിഫൈ ചെയ്യും എന്നൊക്കെയുള്ള പരസ്യങ്ങൾ കാണുന്നു.
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത്തരം ഒരൊറ്റ സാധനങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് വളരെ വ്യക്തത ചെയ്തിട്ടുണ്ട് സാധനം. ഇനി എപ്പോഴെങ്കിലും അത് മാറുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കുട്ടികളിലേക്ക് വരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ മാറുന്ന ഒരു കാലഘട്ടം മനസ്സിലാക്കുന്നില്ല. സർക്കാർ മനസ്സിലാക്കുന്നില്ല, മാധ്യമങ്ങൾക്കും അറിയില്ല, സാംസ്കാരിക പ്രവർത്തകർക്കും അറിയില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഈ മാറുന്ന ഘട്ടത്തിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബന്ധം എന്താണ്, എങ്ങനെ ഉപയോഗിക്കുന്നത് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഈ മാറുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ അന്തരാള ഘട്ടത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന സംഘർഷം, പിന്നെ സ്നേഹിക്കപ്പെടേണ്ടവരാൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അച്ഛനും അമ്മയും പലപ്പോഴും കാണുന്നത് എന്താ പറയുന്നത്, മറ്റേ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത്ര വലിയ പ്രശ്നമില്ല, അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലാണ് പലപ്പോഴും ഒരു കുട്ടികൾ കാണുന്നത്. എന്തായാലും റാഗി വിമുക്തമായ കലാലയങ്ങൾ, സ്കൂളുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാവണം, കാര്യം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതെ, ഇത്തരത്തിലുള്ളൊരു സംഘർഷാന്തരീക്ഷം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് അക്കൗണ്ടബിലിറ്റിയാണ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കുള്ളത്? ഒരു സ്കൂൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ ഒരു നിയന്ത്രണം വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം, സ്റ്റേറ്റ് ഗവേൺ ചെയ്യണം. നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് ഗവേണൻസ് എന്നുള്ള ഒറ്റ സാധനം മാത്രം സ്റ്റേറ്റിനില്ല. ഇപ്പോൾ ഒരു സ്കൂള് ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഒരു പൈസ മുടക്കുന്നവർക്ക്, ക്യാപിറ്റൽ മുടക്കുന്നവർക്ക് റിട്ടേൺ പ്രതീക്ഷിക്കും. അപ്പോൾ അവർ അതിനകത്ത് നിന്നുകൊണ്ട് ഈ സ്റ്റേറ്റാണ് നിശ്ചയിക്കേണ്ടത് അതിനകത്ത് എങ്ങനെ വേണം അവർ പ്രവർത്തിക്കേണ്ടത്, അതിനെന്തെല്ലാം സാഹചര്യങ്ങളായിരിക്കണം ഒരു സ്കൂളിലുണ്ടാവേണ്ടത്, എങ്ങനെയുള്ള അധ്യാപകരായിരിക്കണം, എങ്ങനെയുള്ള പിന്നെ അത് നയിക്കുന്നവരെങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി തിരിച്ചറിയാനും. കാര്യം ഈ രക്ഷിതാക്കൾ സ്റ്റേറ്റിനെ ആശ്രയിച്ചാണ് ഈ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. കാരണം ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെ അതെ അല്ലേ? അതെ, ഭരണഘടന നൽകിക്കുന്ന ഉറപ്പ് നിയമങ്ങളിലൂടെയും ചട്ടങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും അത് നടപ്പിലാക്കേണ്ട ഉറപ്പ് വരുത്തേണ്ടത് സ്റ്റേറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇനിയെങ്കിലും സർക്കാരിനെ പേടിച്ച് നിയമങ്ങൾ കർക്കശമാക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഇതിനകത്ത് വളരെ ശക്തമായ റോളുണ്ട്. ആ റോള് വളരെ പ്രധാനമാണ്. കാര്യം ഇവിടെ നമുക്ക് റെഗുലേറ്ററി മെഷേഴ്സ് എല്ലാം ഉണ്ട്, നിയമങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ റെഗുലേഷൻ എന്ന് പറയുന്ന സംഗതി മാത്രമില്ല. അതാണ് അതിൻ്റെയൊക്കെ വിക്ടിംസാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.